Hi dears, welcome to MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. എടാ നമ്മൾ ഒന്നാം ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസും മോണോ ഹൈബ്രിഡ് ക്രോസും. അതായത് മെന്റലിന്റെ ഒന്നാം പരീക്ഷണത്തെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. മെന്റലിന്റെ രണ്ടാം പരീക്ഷണത്തെ വിളിക്കുന്ന പേരാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം കണ്ടാൽ മതി. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയി പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചോ. ആദ്യം മെന്റലിന്റെ ഒന്നാം പരീക്ഷണത്തിൽ നോക്കുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അതിൽ അദ്ദേഹം ചെയ്യുന്നത് ഒരു ഉയരം കൂടിയ ചെടിയും ഒരു ഉയരം കുറഞ്ഞ ചെടിയും, അതായത് ടോളും ഡ്വാർഫ് എടുത്തു. അതിനെ ഏത് ലെറ്ററിൽ അടയാളപ്പെടുത്തുന്നു? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. ഇതിനാണെങ്കിൽ സ്മോൾ ടി എടുത്തു. ആദ്യം എൻ്റെ മക്കളോട് ചോദിക്കാം, ഇങ്ങനെ തന്നിട്ട് ഇതിലെ ഗാമേറ്റ്സ് എഴുതാൻ പറയും. ഗാമേറ്റ്സ് അതായത് ബീജകോശം എഴുതാൻ പറയും. ബീജകോശം എഴുതാൻ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു വട്ടം വരയ്ക്കുക. ഇത് രണ്ടൊന്ന് വട്ടം വരയ്ക്കുക. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ ബീജകോശം ഗാമേറ്റ്സ് എഴുതുന്ന സമയത്ത് ഇത് രണ്ടും സെയിം അല്ലടാ. ഇത് രണ്ടും സെയിം ആണെങ്കിൽ, അതായത് ക്യാപിറ്റൽ ടി രണ്ടും സെയിം ആയതുകൊണ്ട് ബീജകോശം എഴുതുന്ന സമയത്ത് എൻ്റെ മക്കൾ ശ്രദ്ധിക്കണ്ടേ, ഇതിന്ന് ഒരാളെ മാത്രം എഴുതിയാൽ മതി. അതായത് രണ്ടും സെയിം ആണെങ്കിൽ ഒരാൾ എഴുതുക. അപ്പം എങ്ങനെ? ക്യാപിറ്റൽ ടി. ഇനി ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഇതിൽ ഏത് എഴുതണ്ടേ? സ്മോൾ ടി. ഇങ്ങനെ എഴുതാൻ കഴിയൂലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ഇതിന് ഒരു മാർക്കാണ്. ഇനി ഇത് രണ്ടും ക്രോസ് ചെയ്യുമ്പോഴാണ് F1 ഒന്നാം തലമുറ കിട്ടുക. അപ്പം ഇത് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ആരൊക്കെയാണ് ക്രോസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ആണ് ക്രോസ് ചെയ്യുന്നത്. ഈ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റലും സ്മോളും വരുന്ന സമയത്ത് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണമെന്നോ? ആ ക്യാപിറ്റലിന് കൊടുക്കണം. അപ്പം എങ്ങനെ എഴുതുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് എഴുതാൻ കഴിയൂലടാ. ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? ക്യാപിറ്റലിന് കൊടുക്കണം. ഇനി എൻ്റെ മക്കളോട് ഇതൊന്ന് ചോദിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഫീനോടൈപ്പ് ജീനോടൈപ്പ് ചോദിക്കും. ഫീനോടൈപ്പ് ജീനോടൈപ്പ് പറഞ്ഞാൽ ഒരു പേടി പേടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ? ഫീനോടൈപ്പ് പറഞ്ഞാൽ ഇതിൽ പുറത്തേക്ക് എക്സ്പ്രസ് ആവുന്ന ക്യാരക്ടർ, പുറത്തേക്ക് കാണുന്ന സ്വഭാവത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫീനോടൈപ്പ്. പുറത്തേക്ക് കാണുന്ന സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടി വരുന്ന സമയത്ത് ആരാണ് ഇവിടെ പുറത്തേക്ക് കാണുക? ക്യാപിറ്റൽ. കാരണം ക്യാപിറ്റലിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതാണ് ഡോമിനന്റ്, അതാണ് പ്രകട ഗുണം. ആ ക്യാപിറ്റൽ ടി എന്താ നോക്കുക? ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉയരം കൂടിയതല്ലേ. ആ സ്വഭാവമാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? ഉയരം കൂടുതൽ, ടോൾ. ഉയരം കൂടുതൽ. ചില കുട്ടികൾ എഴുതും ഇവിടെ ഈ ക്യാപിറ്റൽ ടി എഴുതും. ടി ലെറ്റർ അല്ലേ എഴുതേണ്ടത്. അവിടെ എന്താ എഴുതേണ്ടത്? ആ ക്യാരക്ടർ, ആ സ്വഭാവമാണ് എവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. ഈ ഫീനോടൈപ്പിന്റെ അവിടെ എഴുതേണ്ടത്. ശ്രദ്ധിക്കണേ. ഇനി അടുത്തത് ജീനോടൈപ്പ്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത കുട്ടിയാണെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം എഴുതിയാൽ മതി. ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ഈ ആൻസർ ഇല്ലേ, അതേപോലെ എഴുതി വെക്കുക. ഇനിയിപ്പോൾ ഏതും ആട്ടെ, ഏത് പരീക്ഷണം എന്ത് തന്നാലും ലാസ്റ്റ് കിട്ടുന്ന ഇത് ആൻസറിന് ഇവിടെ എഴുതണേന്ന് പറഞ്ഞ പേരാണ് എന്ത്? ജീനോടൈപ്പ്. അപ്പം എങ്ങനെ എഴുതാം മക്കളെ? ഇതാ. അപ്പം ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് ഇതേപോലെ എഴുതാം. കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് F1 അല്ലേ, ഇത് ഒന്നാം തലമുറ അല്ലേ. ഇനി ഇതിൻ്റെ രണ്ടാം തലമുറ കാണണം. മെൻ്റൽ രണ്ടാം തലമുറ വരെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നോക്കണം. ഇവിടെ ഈ കിട്ടിയതിനെ രണ്ട് വട്ടം എഴുതാം. ശ്രദ്ധിക്കുക. ഇത് ഒന്നാം തലമുറ F1. ഈ F1 ഒന്നാം തലമുറയെ മെൻ്റൽ രണ്ടാം തലമുറ വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നാം തലമുറയിൽ നിന്ന് എങ്ങനെയാണ് രണ്ടാം തലമുറ കാണുക, സെക്കൻഡ് ജനറേഷൻ കാണുക ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയതിനെ രണ്ട് വട്ടം എഴുതാം. അപ്പം എങ്ങനെ എഴുതാം? ഇതാ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അത് കിട്ടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പിൽ ഈ ഒരു വേർഡ് ഇങ്ങനെ എഴുതണം കേട്ടോ. ഇത് എഴുതി വെച്ചോ. സെൽഫ് പോളിനേഷൻ ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ. അല്ലെങ്കിൽ എന്താണ്? ഒന്നാം തലമുറയെ സ്വപരാഗണം നടത്തുന്നു. എഴുതി വെക്കുക. മലയാളം ഇത് അങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ ഒന്നാം തലമുറയിൽ കിട്ടിയതിന് എന്ത് ചെയ്യാം മക്കളെ? രണ്ട് വട്ടം എഴുതണം കേട്ടോ. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിന്റെ ഗാമേറ്റ്സ് ബീജകോശം എങ്ങനെ എഴുതടാ? ഗാമേറ്റ്സ് ബീജകോശം എഴുതാ എങ്ങനെ? ബീജകോശം എഴുതാൻ സിമ്പിൾ അല്ലടാ. എടാ, ഇത് രണ്ടും സെയിം ആയപ്പോൾ ഇതൊന്നും ഒന്നല്ലേ എടുത്ത്, ഇത് രണ്ടും സെയിം ആയപ്പോൾ ഇതൊന്നും ഒന്നെടുത്തു. എന്നാൽ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് രണ്ടും സെയിം ആണോ? ഒന്ന് ക്യാപിറ്റൽ ടിയും മറ്റേ സ്മോൾ ടി അല്ലേ. രണ്ട് ഡിഫറെൻ്റ് അലീലല്ലേ. അലീൽ എന്ന് പറഞ്ഞ് പേടിക്കണ്ട. ഒരു ചീൻ്റെ വ്യത്യസ്ത രൂപങ്ങളെ വിളിക്കുന്ന പേരാണ് അലീൽ. അതായത് ഇത് ഉയരം കൂടിയത് ടാള്, ഇതേതാ ഉയരം കുറഞ്ഞത്. രണ്ട് വ്യത്യസ്തല്ലേ. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം മക്കളെ? ഇതിനെ സെപ്പറേറ്റ് എടുക്കുക. ഇതാ, ഇതിനെ ക്യാപിറ്റൽ ടി,
ഇതിനെ സ്മോൾ ടി, ഇതിനെ ക്യാപിറ്റൽ ടി, ഇതിനെ സ്മോൾ ടി എടുക്കുക. കുഴപ്പമുണ്ടോ? എന്തിനാ സാറേ ഇതിനെ സെപ്പറേറ്റ് എടുത്തേ? എടാ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇതൊന്നും ഒന്നെടുത്തു. എന്നാൽ ഇവിടെ ഇത് രണ്ടും സെയിം ആണോ? അല്ല. അതുകൊണ്ട് ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് എടുത്തു. കുഴപ്പമില്ല സാർ. ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, ആ ക്രോസിംഗ് ആണ് മനസ്സിലാവേണ്ടത്. ആദ്യം എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഇതിനെ ഇതായിട്ട് ക്രോസ് ചെയ്യുക. അപ്പം എങ്ങനെ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. പിന്നെ ഇതിനെ ഇതായിട്ട് ചെയ്യുക. ക്യാപിറ്റൽ സ്മോൾ വരുന്ന സമയത്ത് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം? ക്യാപിറ്റലിന്. അപ്പം എങ്ങനെ? ക്യാപിറ്റൽ ടി കുഞ്ഞു ടി അല്ലെങ്കിൽ സ്മോൾ ടി. ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടേ, ഇതിനെ ഇതായിട്ട് ചെയ്യുക. ക്യാപിറ്റൽ സ്മോൾ വരുമ്പോൾ ആർക്ക് പ്രയോറിറ്റി? ക്യാപിറ്റലിനല്ലേ. അപ്പം എങ്ങനെ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി ഇതിനെ ഇതായിട്ട് ചെയ്യുക. എങ്ങനെ? സ്മോൾ ടി സ്മോൾ ടി. ഇനി എൻ്റെ മക്കൾ ഇതിൻ്റെ ഫീനോടൈപ്പ് പറഞ്ഞേ. എന്താണ് ഫീനോടൈപ്പ് പറഞ്ഞാൽ? പുറത്തേക്ക് എക്സ്പ്രസ് ആയ, പുറത്തേക്ക് കണ്ട സ്വഭാവത്തെ വിളിക്കുന്ന പേരല്ല ഫീനോടൈപ്പ്. എൻ്റെ മക്കൾ നോക്കി, ഇതിലേതാ പുറത്തേക്ക് കാണുക? രണ്ടും ക്യാപിറ്റൽ ടി ആകുമ്പോൾ ഏതാ പുറത്തേക്ക് കാണുക? ടോളല്ലേ. അപ്പൊ ഇതെന്താണ്? ഉയരം കൂടിയത്. ഇതെന്താടാ? ഇത് ഉയരം കൂടിയതല്ലേ. ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റലല്ലേ പ്രയോറിറ്റി. ക്യാപിറ്റൽ ടി എന്താടാ? ഉയരം കൂടിയതല്ലേ. അപ്പൊ ഇതെന്താ? ഉയരം കൂടിയത്. ഉയരം കൂടിയത്. ഉയരം കുറഞ്ഞത്. അപ്പൊ അതിന്റെ റേഷ്യോ എത്ര? 3:1. കിട്ടൂലടാ. ഒന്നാമത്തെ പരീക്ഷണം എൻ്റെ മക്കളെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. യെസ്. ഇനി നമ്മൾ നേരെ പോകുന്നത് മെന്റലിന്റെ രണ്ടാം പരീക്ഷണത്തിലേക്കാണ്. എന്താണ് മെന്റലിന്റെ രണ്ടാം പരീക്ഷണം? മെന്റലിന്റെ രണ്ടാം പരീക്ഷണത്തെ വിളിക്കുന്ന പേരാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഒന്നാം പരീക്ഷണവും രണ്ടാം പരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക മക്കളെ? ഒന്നാം പരീക്ഷണത്തിൽ ഒരു ചെടിയിൽ ഒരു സ്വഭാവം മാത്രം എടുക്കുന്നുള്ളൂ. ഇവിടെ ഉയരം എന്നുള്ള സ്വഭാവം എടുക്കുന്നുള്ളൂ. എന്നാൽ ഡൈ ഹൈബ്രിഡ് നോക്കുന്ന സമയത്ത് ഒരു ഉയരം എടുത്തിട്ടുണ്ട്, വിത്തിന്റെ ഷേപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ചെടിയിൽ രണ്ട് സ്വഭാവം എടുത്തിട്ടുണ്ട്. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇങ്ങനെ ഒരു ചോദ്യം കാണുകയാണെങ്കിൽ, രണ്ട് സ്വഭാവം കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവണം ഇത് മെന്റലിന്റെ എത്രാമത്തെ പരീക്ഷണ? രണ്ടാമത്തെ പരീക്ഷണം. അതിനെ വിളിക്കുന്ന പേരാണ് ഡൈ എന്ന് പറഞ്ഞാൽ 2, മോണോ എന്ന് പറഞ്ഞാൽ 1. കണ്ടോ? മോണോ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഒന്നാം പരീക്ഷണത്തെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അതിന്റെ റേഷ്യോ എത്ര? 3:1 ആണ്. എന്നാൽ രണ്ടാം പരീക്ഷണത്തെ വിളിക്കുന്ന പേരാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അതിന്റെ ഡൈ എന്ന് വിളിക്കാൻ കാരണം ഒരു ചെടിയിൽ തന്നെ രണ്ട് സ്വഭാവം എടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഈ ലെറ്റർ പോലെ തരൂ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം ഇതിലെ ഗാമേറ്റ്സ് എഴുതാനാ. ബീജകോശം എഴുതാൻ. ബീജകോശം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മക്കളൊരു ആദ്യം ഒരു വട്ടം വരക്കണമല്ലോ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇതിന്നൊരു ക്യാപിറ്റൽ ടി, ഇത് രണ്ടും സെയിം ആയത് ഇതിനൊരു ക്യാപിറ്റൽ ആർ അല്ലേ? നമ്മളെ റൂൾ എന്താ? രണ്ടും സെയിം ആണെങ്കിൽ ഒന്നല്ലേ. അപ്പം എങ്ങനെ? ഇത് രണ്ടും സെയിം ആയപ്പോൾ ക്യാപിറ്റൽ ടി, ഇത് രണ്ടും സെയിം ഇത് രണ്ടും സെയിം ആയപ്പോൾ ക്യാപിറ്റൽ ആർ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് കേട്ടോ, ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഒന്നെടുത്തു, ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഒന്നെടുത്തു. അങ്ങനെ അപ്പൊ എങ്ങനെയൊക്കെ ഇവിടെ വരിക? സ്മോൾ ടി സ്മോൾ ആർ. ഇങ്ങനെ എഴുതാൻ കഴിയൂല മക്കളെ. ഇങ്ങനെ എഴുതിയിട്ട് ഇത് രണ്ടും ക്രോസ് ചെയ്യുന്നതാണ് F1. ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഒരു ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണോ അതിൻ്റെ സ്മോളിനാ. പിന്നെയാണ് മൂന്നാമത്തെ ക്യാപിറ്റലിന് കൊടുക്കുക. മനസ്സിലായില്ല? ഓക്കെ. ആദ്യം ക്യാപിറ്റൽ ടി എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രയോറിറ്റി ക്യാപിറ്റൽ ആറിനല്ല, അതിൻ്റെ സ്മോൾ ലെറ്ററിനാ. പിന്നെയാണ് മറ്റേതിൻ്റെ ക്യാപിറ്റലും സ്മോൾ എഴുതേണ്ടി. ഇങ്ങനെ എഴുതാൻ കഴിയൂലേ? ഇതിൻ്റെ ഫീനോടൈപ്പ് എന്താ? മക്കളെ? ഇതിൻ്റെ ഫീനോടൈപ്പ് എന്താ? ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. അതെങ്ങനെ സാറേ മനസ്സിലായത്? ക്യാപിറ്റൽ ടിയും സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ പ്രയോറിറ്റി ആർക്കാം? ക്യാപിറ്റൽ ടി. അപ്പൊ ക്യാപിറ്റൽ ടി പറഞ്ഞപ്പോൾ എന്താ? ഉയരം കൂടിയത്. ക്യാപിറ്റൽ ആറും സ്മോൾ ആറും വന്നു കഴിഞ്ഞാൽ പ്രയോറിറ്റി ആർക്കാം? ക്യാപിറ്റൽ ആറിനല്ലേ. അപ്പൊ ഇതേതാ? ഉരുണ്ട വിത്ത്. അപ്പൊ ഇവിടുത്തെ ഫീനോടൈപ്പ് ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. ഇനി ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ എങ്ങനെ കാണാം? നമ്മൾ ആ വേർഡ് എഴുതിയ എന്താ? നമ്മൾ നേരത്തെ എഴുതി തന്നെ, സെൽഫ് പോളിനേഷൻ ഓഫ് ദി F1. അതായത് ഒന്നാം തലമുറയെ സ്വപരാഗണം നടത്തുന്നു. അപ്പൊ ഒന്നാം തലമുറ കിട്ടിയത് എന്താ മക്കളെ? ഒന്നാം തലമുറ കിട്ടിയത് എന്തേലും ഇവിടെ കിട്ടിയത് എന്താ? അത് അതേപോലെ എഴുതി രണ്ടിട്ട് എഴുതണ്ടേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇത് നമ്മൾ എഴുതി. കുഴപ്പമില്ല സാർ. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൻ്റെ ഗാമേറ്റ്സ് എഴുതാൻ പറയും. ഇതിൻ്റെ ഗാമേറ്റ്സ് എഴുതാൻ പറയുന്ന സമയത്ത് ഒരുപാട് മാർഗങ്ങളുണ്ട്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇങ്ങനൊരു ചോദ്യം തന്നു, ഇതിന് ഗാമേറ്റ്സ് എഴുതാനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കണം ഇവിടെ എത്ര ഗാമേറ്റ്സ് ഉണ്ടെന്നോ? 8 ഗാമേറ്റ്സ് ഉണ്ടാവും.
എങ്ങനെ 8 ഗാമേറ്റ്സ് ഉണ്ടാവും. സാറേ അതെങ്ങനെ മനസ്സിലാവുക? അത് ഞാൻ മനസ്സിലാവാൻ നിങ്ങൾ പല രൂപത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ആ 8 ഗാമേറ്റ്സ് ഏതാണ് ട്രിക്ക് പറഞ്ഞു തരട്ടെ. നോക്കിക്കോ, ഇതിൽ 4 ഉണ്ടാവും, ഇതിൽ 4 ഉണ്ടാവും. ഇത് മനസ്സിലാവാൻ ഞാൻ ട്രിക്ക് തരാം. ആ ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. 1 2 3 4 ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓരോന്നിനും 1 2 3 4 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന റൂള് കേൾക്കട്ടോ. നമ്മൾ ഏതാ എഴുതണേ? ഗാമേറ്റ്സ് എഴുതണേ. ഗാമേറ്റ്സ് ബീജകോശം എഴുതണേ. നിങ്ങൾ പല രൂപത്തിൽ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയുന്ന ട്രിക്ക് ഒന്ന് യൂസ് ചെയ്യുക. ഇവിടെ 1 2 3 4 നിട്ടു. ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ റൂള് കേൾക്കട്ടോ. ആദ്യമുള്ളതിനെ 2 വട്ടം എഴുതുക. റൂളെന്താ? ആദ്യം തന്നതിനെ 2 വട്ടം. ഇവിടെ ആദ്യം തന്നത് ക്യാപിറ്റൽ ടി അല്ലേ, അതിന് 2 വട്ടം എഴുതി. രണ്ടാമത് തന്നതിനെ 2 വട്ടം എഴുതുക. റൂൾ പറ. നിങ്ങളോട് എന്ത് ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ നീ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സൈഡ്, ഉയരം കൂടിയ ഉരുണ്ട വിത്തിന് പകരം വേറെ എന്ത് ചോദിച്ചോട്ടെ, നിങ്ങളിത് ചെയ്താൽ മതി. ആദ്യം തന്നതിനെ 2 വട്ടം എഴുതുക, രണ്ടാമത് തന്നതിനെ 2 വട്ടം എഴുതുക. പിന്നെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 3നെയും 4നെയും തുല്യമായി വീതിക്കുക. എങ്ങനെ? അതായത് ഇവിടെ ക്യാപിറ്റൽ ആർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സ്മോൾ ആർ കൊടുക്കുക, ഇവിടെ ക്യാപിറ്റൽ ആർ കൊടുക്കുകയാണെങ്കിൽ സ്മോൾ ആർ കൊടുക്കുക. ഇങ്ങനെ വട്ടമിട്ട് കൊടുക്കുക. മക്കളെ ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പാ. എന്ത് ചോദിച്ചോട്ടെ, ഇനി ഇവിടെ ഇതിന് പകരം വേറെ എന്ത് ചോദിച്ചാലും എൻ്റെ മക്കൾ ഇങ്ങനെ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നതിനെ 2 വട്ടം എഴുതുക, രണ്ടാമത് തന്നതിനെ 2 വട്ടം എഴുതുക, 3നെയും 4നെയും തുല്യമായി കൊടുക്കുക. ഇത് ഇതേപോലെ എഴുതണ്ട. ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് 8 നേരെ എഴുതാം, അല്ലെങ്കിൽ 4 എങ്ങനെയും 4 താഴ്ത്തുക എഴുതാം. എങ്ങനെ? ആദ്യം തന്നതിനെ 2 വട്ടം എഴുതി, രണ്ടാമത് തന്നതിനെ 2 വട്ടം എഴുതി, എന്നിട്ട് 3നും 4നും ഈക്വൽ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇങ്ങനെ വട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബോക്സ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. ആ ബോക്സ് ഇന്നേവരെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടില്ല, എന്നാൽ എൻ്റെ മക്കൾ ചെയ്തുകൊണ്ടു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എൻ്റെ റേഷ്യോ വരുന്നത് 9:3:3:1. ഇതാണ് മെൻ്റലിൻ്റെ 2ാം പരീക്ഷണത്തിൻ്റെ 2ാം എക്സ്പെരിമെൻറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ 1ാം എക്സ്പെരിമെൻ്റ് റേഷ്യോ എത്ര? 3:1. 2ാം പരീക്ഷണത്തിൻ്റെ റേഷ്യോ എത്ര? 9:3:3:1. ഏറ്റവും സിമ്പിളാണ് മക്കളെ. ഇനി ഇവിടുന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ക്രോസിങ്ങിൻ്റെ ഭാഗം ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ സാറ് എൻ്റെ മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ആ ബോക്സ് എങ്ങനെ കാണും? ചിലപ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് ഇതായിട്ട് ക്രോസ് ചെയ്യണം, അപ്പോൾ അത് വരിക. ഇതിന് ഇതായിട്ട് ക്രോസ് ചെയ്യണം, അപ്പോൾ ഇത് വരിക. ഇതിന് ഇതായിട്ട് ക്രോസ് ചെയ്യണം, അപ്പോൾ ഇത് വരിക. ഇതിന് ഇതായിട്ട് ക്രോസ് ചെയ്യണം, അപ്പോൾ ഇത് വരിക. അങ്ങനെയൊന്നും എൻ്റെ മക്കൾ പഠിക്കണ്ട. ആദ്യം തന്നതിനെ 2 വട്ടം എഴുതാം, ക്യാപിറ്റൽ ടി. രണ്ടാമത്തെ തന്നതിനെ 2 വട്ടം എഴുതാം, 3നെയും 4നെയും ഈക്വലായി കൊടുക്കുക. ഇത് മാത്രം പഠിച്ചാൽ മതി. സെറ്റാണല്ലോ? അപ്പോൾ എൻ്റെ മക്കൾക്ക് മെൻ്റലിൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം മിസ്സാക്കരുത്, ഞാൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൃത്യം 7:30 മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് 50 ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ലൈവിലേക്ക് എൻ്റെ മക്കൾ എല്ലാവരും വരണം. ഫ്രണ്ട്സിനെ മുഴുവൻ വിളിച്ചോ, നമ്മളിന്ന് സെറ്റാക്കി പഠിക്കാൻ പോവാം. അപ്പോൾ കൃത്യം 7:30 മറക്കണ്ട. ഓക്കെ, ബൈ.